ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അങ്ങനെ വലിയ കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടീസ് ഒന്നുമില്ല. ജസ്റ്റ് അമ്മ സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഐറ്റം പായസം, സേമിയ പായസം ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേക്ക് കഴിച്ചോ? ശിവാനിയുടെ കറക്റ്റ് ബോസ് കിട്ടി. ഗൈസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് എനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞില്ലേ കേക്ക് കട്ടിങ് അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല എന്ന് പറഞ്ഞത്, അത് ചെറുതായിട്ടൊന്ന് തിരുത്തിയിട്ടുണ്ട് ഗൈസ്. കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് വന്നതുകൊണ്ട് ഞാൻ സ്നാക്സ് ഒന്നും മേടിച്ചില്ല ഗൈസ്. അങ്ങനെ ഞാനും പൂജയും കൂടി പോയി വീട്ടിനടുത്തുള്ള ഒരു കടയിൽ ചെന്ന് ചാറ്റ് ലേസ് അങ്ങനെ എന്തോ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് ലേസും പിന്നെ അവിടെ നോക്കിയപ്പോൾ ബണ്ണൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു ക്രീം ബണ്ണും എടുത്തു. എലൈറ്റിൻ്റെ ഒരു ക്രീം ബണ്ണാണ്, അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഇത്. അങ്ങനെ ഒരു ക്രീം ബണ്ണും പിന്നെ വരുന്ന വഴിയിൽ ഒരു കുൽഫി മേടിച്ചു ഗൈസ്. ഒരു 5 കുൽഫി മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നു ഗൈസ്. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night. അങ്ങനെ നമ്മളെല്ലാവരും ഈ ചാറ്റ് ലേസ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫോട്ടോസ് എടുക്കാൻ പോയി ഗൈസ്. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോയും സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇട്ടില്ലെങ്കിൽ എന്താ അല്ലേ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം 100-500 ഫോട്ടോ എടുത്തപ്പോഴാണ് ഗൈസ് ഒരു 2 കിട്ടിയത്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സദ്യയായിരുന്നു. ഒരു അടിപൊളി സദ്യ തന്നെ അമ്മ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ മെയിൻ പായസമാണ് ഗൈസ്. പായസം എല്ലാം കുടിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും നിന്റെ അടുത്ത് നിനക്ക് നല്ല ക്വസ്റ്റ്യൻ കിട്ടും. ഒരു അടിപൊളി സദ്യ കഴിച്ചതിന് ശേഷം എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം കഴിച്ചു. അങ്ങനെ ഉറക്കക്ഷീണം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഗെയിമെല്ലാം കളിച്ചിരുന്നപ്പോഴാണ് ഗൈസ് സമയം പോയതറിഞ്ഞില്ല. അവർക്ക് ഇറങ്ങാൻ ടൈമായി. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് അമ്മ പറഞ്ഞ് ഷാർജ കുടിച്ചിട്ട് പോകാൻ. അപ്പം ഞാൻ ഷാർജ അടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ പാല് ഭയങ്കരമായിട്ട് കട്ടായിപ്പോയി ഗൈസ്. അങ്ങനെ ഞാൻ അതിനെ എടുത്ത് ചപ്പാത്തി ഇത് വെച്ചിട്ട് അടിച്ചത് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം അത് മിക്സിയിൽ അരയുന്നില്ല. അവർക്ക് പോകാൻ ടൈമായി, പക്ഷെ അത് മിക്സിയിൽ അരയുന്നില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഇട്ട് സ്പൂണിട്ട് ഇളക്കി എന്നിട്ടും അരയുന്നില്ല. ഞാൻ എടുത്ത് കുലുക്കി ഗൈസ്.
കുലുക്കി അവസാനം ഒരു കുലുക്കി ഷാർജ തന്നെ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത്. അങ്ങനെ നമ്മളെല്ലാവരും ഷാർജ എല്ലാം കുടിച്ച് കഴിഞ്ഞു ഗൈസ്. ഒരു അടിപൊളി അവർക്കൊക്കെ ഷാർജ ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്പെഷ്യൽ ഷാർജ ആയിരുന്നു. അങ്ങനെ ഷാർജ എല്ലാം അടിച്ചു കഴിഞ്ഞു. ഷാർജ എങ്ങനെയുണ്ട്? ഷാർജ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ മതി. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ശിവാനിയും പൂജയും ഗൗരിയും എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോയി ഗൈസ്. ശിവാനിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് പൂജ തിരിച്ചൊന്ന് ഗൗരിയെ വിളിച്ചുകൊണ്ട് പോയി ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.